ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ഫേവററ്റ് വാട്ടർ സ്പൈഡർ. സമയം എന്താണ്ട് രാവിലെ 6:45. നേരം പരവരാന്ന് വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പം ഇന്ന് ഇവിടെ ഒരു പബ്ലിക് ഹോളിഡേ ആയിരുന്നു. അപ്പം ഞാൻ കരുതി ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം, നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഞാൻ വന്നേക്കുന്നത് ഒരു റിസർവോയറിലാണ്. ഇത് ഇവിടെ ആൾക്കാർ പൊതുവേ അത്യാവശ്യം ഫിഷ് ചെയ്യാനും ബോട്ടിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു റിസർവോയറാണ്. അപ്പം സേഫ്റ്റി കുറവൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ വർഷം എക്സ്പ്ലോർ ചെയ്തൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ കരുതി നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിക്കണമെന്ന്. അങ്ങനെ ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂട്ടാണ്. കാര്യം ഞാൻ ഇന്ന് എൻ്റെ ഇൻഫ്ലേറ്റബിൾ കയാക്ക് എടുത്തിട്ടുണ്ട്. അപ്പം കയാക്ക് സെറ്റ് ചെയ്യാം, ചൂണ്ട സെറ്റ് ചെയ്യാം, പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം, അടിപൊളി ഒരു ഡേയും സെറ്റ് ചെയ്യാം. കയാക്ക് റെഡി, ചൂണ്ട റെഡി, കിഡിലൊരു ഡേ അവൈറ്റ്സ് us. സോ സ്റ്റേ ട്യൂൺഡ്. കയാക്ക് വില്ല അതുകൊണ്ട് പതുക്കെ സൺറൈസ് വരുന്നുണ്ട്. നമുക്കിവനെ ഡോക്കിൽ കൊണ്ടുവയ്ക്കാം. സൺറൈസ് ഉണ്ടോ? അടിപൊളി. യെസ്. ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കാം. പോലെ കയാക്ക് ചൂണ്ടെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സൺറൈസ്. പോവാം. നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ്. കാണിച്ചു തരാം. നമ്മൾ ലോഞ്ച് ചെയ്തുകൊണ്ട് അവിടെ നിന്നാണ് ആ ഡോക്കിൽ നിന്ന്. നല്ല ശാന്തമായ ദിവസം. നമ്മൾ അങ്ങനെ ഈ സൈഡ് പിടിച്ച് ഇങ്ങനെ അങ്ങ് പോവാം. കുറച്ച് അങ്ങോട്ട് പോയിട്ട് 2-3 കാസ്റ്റ് ചെയ്യാം. ചൂണ്ടൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യട്ടെ. അവിടെ ഒരു ചുമന്ന ബൂയി കണ്ടോ? നമ്മൾ അതിൻ്റെ അടുത്ത് പോകാൻ പാടില്ല. അവിടെ എന്തോ ഒരു ഒബ്സ്റ്റക്കിളുണ്ട്. റോഡും റീലും സ്പൂണും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയിട്ട് കാസ്റ്റ് ചെയ്ത് തുടങ്ങാം.
ആ സ്പീഡ് ബോട്ടിൻ്റെ തിരയടിക്കുന്നുണ്ടോ? നമ്മൾ കയാക്ക് ലോഞ്ച് ചെയ്തത് അവിടെ നിന്നാണ്. കാറ്റ് ഈ വശത്തോട്ടാണ് അടിക്കുന്നത്. അപ്പം എന്നെ കാറ്റിങ്ങനെ നൈസായിട്ട് നടുക്കോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ സൈഡ് ഫുള്ളും ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കി, മീനൊന്നും അടിച്ചില്ല. അപ്പം ഞാൻ കരുതി അക്കരെ ഏതോണ്ട് അക്കരെ വശത്ത് പോയിട്ട് ആ ഷോർ ലൈൻ ഫുള്ള് നമുക്ക് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് മുന്നേ വിശക്കുന്നുണ്ട്, ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ. ഓർഡർ മീൻ അടിച്ചു. ഏതെങ്കിലും നല്ലൊരു സ്പോട്ടിൽ പോയിട്ട് കയാക്ക് ഒതുക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വിശക്കുന്നു. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇന്ന് ഇവിടെ ഒരു പബ്ലിക് ഹോളിഡേ ആണ്. അപ്പം ഒത്തിരി കയാക്കേഴ്സും പാഡ്ലേഴ്സൊക്കെ ഉണ്ട്. എൻ്റെ ഒരുത്തൻ കയാക്ക് ചെയ്യുന്നു. അതുകൊണ്ട് വേറൊരുത്ത ഉടുപ്പില്ലാതെ കയാക്ക് ചെയ്യുന്നു. അവനെ ചൂണ്ടലെറിഞ്ഞ് പിടിച്ചാലോ? പടാ അവിടെ പിന്നെ ഞാനിന്ന് ചൂണ്ടക്കൊരുക്കൂടാ വേണ്ടി. ഇതിൻ്റെ അവിടെ കുറേ കനു ചെയ്യുന്ന ആൾക്കാരെ കാണാം. 1 2 3 4 5 കനുവുമുണ്ട്. ഒരു എസ്കോട്ട് വണ്ടിയുണ്ട്. നൈസ് ഗൈസ്, കണ്ട ഞാൻ ഉദ്ദേശിച്ച സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. വിശന്നിട്ട് മേലെ ഇനി എന്തെങ്കിലും കഴിച്ചേ പറ്റത്തുള്ളൂ. അയ്യോ, കയാക്ക് തീയണ്ടേ. അവിടെ ഒതുക്കാം. അവിടെ ഒതുക്കി ഇച്ചേരം റെസ്റ്റ് ചെയ്തിട്ട് പോവാം. ഇതാണ് എൻ്റെ റെസ്റ്റിംഗ് സ്പോട്ട് ടുഡേയ്സ്. അപ്പോൾ ഞാനിന്ന് കഴിക്കാൻ കൊണ്ടുവന്നേക്കുന്നത് എൻ്റെ റാപ്പാണ്. കഴിഞ്ഞ് വയ്യ. നൈസ്. ടൊമാറ്റോ കെച്ചപ്പ്. ഒരു പിശുക്കുമില്ല. കാറ്റ് നിലവിൽ ഈ ഡയറക്ഷനിലോട്ട് അടിക്കുന്നത്. അപ്പം ഞാൻ കരുതി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകാം. അങ്ങോട്ട് വീണ് കാറ്റ് എന്നെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പം ഇത്ര ഷോർ ലൈൻ നമുക്ക് ഫിഷ് ചെയ്തിട്ട് അവിടെ ഒരു സ്പോട്ടുണ്ട്. അവിടെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കാണാൻ നല്ല സ്പോട്ടാണ്. ഞാൻ കഴിഞ്ഞ വർഷം പോയിട്ടുള്ളൊരു സ്പോട്ടാണ്. അവിടെ കുറേ ഇങ്ങനെ ഡ്രിഫ്റ്റ് കൂടെ ഒക്കെ വന്ന് ഇങ്ങനെ അടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ അവിടെ പോകാം. അതും ഇതിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇന്ന് ഭയങ്കര ചൂടുള്ള ദിവസമാണ്. അപ്പം ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോലൈറ്റ് എൻ്റെ ഫേവറേറ്റ് ഫ്ലേവർ. എന്തൊരാശ്വാസം. നല്ല പീസ്ഫുൾ ആയിട്ടൊരു സ്പോട്ട്. അതൊന്നും പോകാൻ തോന്നില്ല. സൂര്യൻ അവിടെ ഉച്ചയിലെത്തുന്നതിന് മുന്നേ നമുക്ക് ചലിക്കാം. പിന്നെ എവിടെ പോയാലും ശരി, നിങ്ങളുടെ ഗാർബേജ് ഒന്നും ഇവിടെ തള്ളിയിട്ട് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. അപ്പം ശരി, പോവാം. ഞാൻ പതുക്കെ അക്കരെ പോവാം. എൻ്റെ മോനെ ഇത് കണ്ടോ, ഞാൻ റിസർവയറിൻ്റെ ഒത്ത നടുക്ക് എത്തിയിട്ടുണ്ട്. ഈ റിസർവയർ ഒരു എസിൻ്റെ ഷേപ്പിലാണ് കേട്ടോ. അപ്പം അതിൻ്റെ കറക്റ്റ് നടുക്കാണ് ഞാനുള്ളത്. ഞാൻ മാത്രം കാസ്റ്റ് ചെയ്യാൻ പോണേ.
എന്തൊരു ശാന്തത. ഞാൻ ആദ്യം വിചാരിച്ച് മുതലേ എന്തോ ആണെന്ന്. സാറില്ല, തടിയായിരുന്നു. ഹലോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഒരു അടിപൊളി ഒരു സ്ഥലത്ത് പോകുന്നു. ആ സ്ഥലം എത്തിയിട്ടുണ്ടേ. ഇതാണ് സ്ഥലം, നോക്കിക്കോ. അമ്പലം ഉണ്ടോ? അടിപൊളി ലൊക്കേഷൻ. ഇവിടെ നിറച്ചും കുഞ്ഞു കുഞ്ഞു മീനാണ്. അയ്യോ, തളർന്നു മക്കളെ, കഴിഞ്ഞു തളർന്നു. തിരിച്ച് വീട്ടിൽ പോവാ. അപ്പോൾ ഇനി ഒറ്റ തുഴയില്ല നമ്മൾ വന്ന സ്ഥലത്തോട്ട്. നമ്മൾ ലോഞ്ച് ചെയ്ത സ്ഥലത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം കാറ്റ് ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മേലോട്ട് പോയി ഒന്നുകൂടെ കാസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന് കരുതി. അങ്ങനെ ബോട്ട് കരയ്ക്ക് എത്തിച്ചു. സാധനങ്ങളൊക്കെ പെറുക്കി വെക്കുക. തളർന്നു. അയ്യോ, നല്ല വെയിലായി. ടോട്ടലി എക്സോസ്റ്റഡ്.